മാക്സിമം ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ, അത് മാത്രമല്ല മറ്റെല്ലാ സിനിമകളെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ സമയം അതിനുവേണ്ടി വേണം വിനിയോഗിക്കാൻ. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ അവതരിപ്പിച്ച നടൻ എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്ന മമ്മൂക്കയാണ്. ഈ ചിത്രത്തിലൂടെയും ജോഫിൻ ടി ചാക്കോ എന്ന പുതുമുഖ സംവിധായകനെ മമ്മൂക്ക അവതരിപ്പിക്കുകയാണ്. ഒപ്പം ഇത്രയും കാലമായി മമ്മൂക്കയോടൊപ്പം മഞ്ജു വാര്യർ ഒരു ചിത്രത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല. ആ ഭാഗ്യവും ആ ഒരു വലിയ സുദിനവും മറ്റന്നാൾ കാണും. അവർ രണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് പ്രീസ്റ്റ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജും ഇവിടെ വേദിയിലിരിപ്പുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം സഹകരിക്കുക. ഈ ചിത്രത്തിന് വേണ്ട എല്ലാ വിജയങ്ങളിലും നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ 2020 ജനുവരി 1-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയാണ്. കൃത്യം ഒരു വർഷം, അത് കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ്യൂൾ തീർന്നത്. അത് കോവിഡ് കാരണം അന്ന് കോവിഡ് ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് നിർത്തിയതാണ്. അതിനുശേഷം പിന്നെ 8 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ അത് കഴിഞ്ഞ് എന്താവും സിനിമയുടെ അവസ്ഥ എന്ന് പോലും അറിയാത്ത വലിയ കുറച്ചു കാലങ്ങൾക്ക് ശേഷം സിനിമ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്ന സമയത്ത് എന്താവും സിനിമയുടെ അവസ്ഥ, എങ്ങനെയാണ് സിനിമ റിലീസാവുന്നത് എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ടായിരുന്നു. ഇതൊരു തിയേറ്റർ സിനിമയായിട്ട് തിയേറ്ററിൽ കാണണം, തിയേറ്റർ സിനിമയായിട്ട് ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ വരണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ മറ്റന്നാൾ സംഭവിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്ന ആലോചനകളാണ്. കാരണം ഞാൻ ഈ കഥ ആദ്യമായിട്ട് പറയുന്ന ആലോചനകളാണ്. അപ്പൊ ഈ സിനിമ അത് മറ്റന്നാൾ വരികയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആദ്യം പറയാനുള്ളത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊന്നല്ല, ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഓരോ അഭിമുഖത്തിലും എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും എടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മമ്മൂക്കയോടൊപ്പം എന്നാണ് അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉത്തരം, ഞാനും അതിനായിട്ട് കാത്തിരിക്കുകയാണ്, ആ ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുകയാണെന്നാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പല സിനിമകളിലും അവസരങ്ങൾ പല രീതിയിലും ചർച്ചകളൊക്കെ വന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മാറിപ്പോയിരുന്നു. അതിന്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 2019 ഉണ്ണിയേട്ടനാണ് ഈ ഒരു സിനിമയെ കുറിച്ച് എന്നോട് പറയുന്നത്. അപ്പൊ മമ്മൂക്കയാണ് അഭിനയിക്കുന്നത് എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ഞാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നീടാണ് അതിന്റെ കഥയും ജോഫിൻ എന്ന സംവിധായകനെ കുറിച്ചും ഒക്കെ കേട്ടു. ആൻഡ്രു ചേട്ടൻ അതിലുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അപ്പൊ അതെല്ലാം കൂടി നല്ലൊരു കഥയും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയും കൂടിയാണ് എന്നുള്ളത് ആ ഒരു ഭാഗ്യത്തിന്റെ സന്തോഷം എന്നെ സംബന്ധിച്ച് ഇരട്ടിയാക്കി. അപ്പോൾ ഈ സിനിമ കാണാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും. എനിക്ക് ഏറെ സന്തോഷവും വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഈ സിനിമയെ കുറിച്ച്. താങ്ക് യു. നമസ്കാരം. ഇത് പറഞ്ഞ പോലെ ഈ കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയായിരിക്കും. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ടെക്നിക്കൽ സൈഡിൽ എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് ശരിക്കും സമയം കിട്ടുകയും വളരെയധികം റിസർച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഈവൻ മ്യൂസിക് കമ്പോസറും സൗണ്ട് ഡിസൈനറും തമ്മിലൊക്കെ വളരെ നല്ല ഇന്ററാക്ഷനും ഒരു മൊത്തത്തിലൊരു തിയേറ്റർ അനുഭവമായിട്ടുള്ള ഒരു സിനിമ ഒരിക്കലും ഒരു ഒ ടി ടി ഒരു രീതിയിലും കുറഞ്ഞു പറയുകയല്ല, ബട്ട് തിയേറ്റർ അനുഭവമായി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അത് കുറച്ച് ദിവസം വരെ അതിന്റെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ആ അനിശ്ചിതത്വം മാറി, ആ കാർമേഘങ്ങൾ മാറി നല്ല ആകാശത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താണെങ്കിലും വളരെ സന്തോഷം. ഇങ്ങനൊരു വേദിയിൽ നമുക്കോടൊപ്പം ഇരിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. താങ്ക് യു സോ മച്ച്. ശരിക്കും കുറെ കാലമായിട്ട് കെട്ടിക്കൂടി തന്നെ ആയിരുന്നു എല്ലാ സിനിമകളും. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നു പല വേദികളിലായി. ഒരുപക്ഷെ ഈ കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് സിനിമ മേഖലയാണ്. കാരണം
ജനങ്ങളുടെ ജീവനും ജീവിതവും കഴിഞ്ഞതിനപ്പുറത്തേക്കേ ഉള്ളൂ മറ്റു വിനോദ ഉപാധികളില്ല. സിനിമയ്ക്ക് ഒരു 4, 5, 6, 7 തരത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഏതായാലും മറ്റു കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങുകയും നമ്മുടെ രോഗവ്യാപനം കുറഞ്ഞു വരുന്ന ഈ കാലത്ത് വീണ്ടും സിനിമാ തിയേറ്ററിലേക്ക് ജനങ്ങളെ ആകർഷിക്കാവുന്ന ഒരു സമയം നമുക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും കാലം കാത്തിരുന്നത്. ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു തിയേറ്റർ അനുഭവം തന്നെയായിരിക്കണം ഈ സിനിമയ്ക്കെന്ന് എല്ലാ സംവിധായകരുടെയും പോലെ തന്നെ ജോസിനും ഒരു പുതിയ സംവിധാനം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമ തന്നെ മറ്റു പ്ലാറ്റ്ഫോമിൽ പോകേണ്ട, തിയേറ്ററിൽ തന്നെ വരട്ടെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൂടി ആയിരിക്കുന്നതല്ല ഇതിന് വളരെ സുഖകരമായി സംഭവിക്കുന്നത്. നമ്മുടെ സിനിമയുടെ ഈ കാര്യങ്ങൾ ആമുഖങ്ങളാണ് നമ്മളിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സമയം കാത്തിരിക്കാൻ തയ്യാറാണ്. സംവിധായകൻ ഇവിടെ ഉണ്ട്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു നിർമ്മാതാവ് വന്നു ചേരാനുണ്ട്. അങ്ങനെ പിന്നെ നിങ്ങളെ പ്രത്യേകമായി ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. ഏതായാലും ഒരുപാട് നാളിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെയൊക്കെ ഷൂട്ടിംഗ് കോവിഡ് വരുന്നതിന് മുമ്പേ തീർന്നില്ല. അതുകൊണ്ട് എന്റെ ഷൂട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ലായിരുന്നു. 5 മാത്രമല്ല ബാക്കിയില്ല. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. എന്താണെന്ന് വെച്ചാൽ സംവിധാനം പറയട്ടെ. ഇദ്ദേഹത്തെ പറ്റിയല്ലേ ഞാനൊക്കെ പറഞ്ഞു. താങ്കളെ പറ്റിയാണ്. നമുക്കൊക്കെ ഈ കോവിഡ് സമയത്ത് ഈ തടി മുടിയൊക്കെയാണ് വളർന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ സിനിമയിലേക്കുള്ള ലുക്കും ആയിട്ട് നമുക്ക് കാണുന്നത്. അത് ഈ കോവിഡ് സമയത്ത് ഈ താടി വളർത്തിയത് ഈ സിനിമയ്ക്ക് പ്രത്യേക ഗുണം ചെയ്തിരുന്നു. തമാശ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയ്ക്ക് വേറെ താടിയുണ്ട്. ഈ താടി ഈ സിനിമയിൽ കാണില്ല. ഇപ്പൊ താടി കുറച്ചല്ലേ കാണാം. ഇത് ആ താടിയുടെ തുടർച്ചയാണെന്ന് വിചാരിച്ചാൽ പിന്നെ താടി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോഴും എനിക്കൊരു ജനുവരി 21-ാം തീയതി കഴിഞ്ഞാണ് എന്റെ ഷൂട്ട്. മാർച്ച് 3-ന് ശേഷം പിന്നെ ഞാൻ താടിയെ തൊട്ടിട്ടില്ല. ഇപ്പൊ അങ്ങനെ വളർന്നു ഇത്രയേ വളരുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഞങ്ങൾക്ക് വളരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അത് വേറെ ഒരു സിനിമയ്ക്ക് പ്രയോജനമാവും എന്നാണ് ഇപ്പൊ കണ്ടുവരുന്നത്. കാരണം ഇപ്പൊ അന്വേഷിച്ചിരിക്കുന്ന സിനിമയിലെ കാര്യമുണ്ട്. അത്രയോട് താടിക്കഥ കുറെ നായികമാരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജുവായിട്ട് ആദ്യമായിട്ടുള്ള അഭിനയമാണ്. എങ്ങനെയുണ്ടായിരുന്നു മഞ്ജുവായിട്ടുള്ള ഒരു അഭിനയം? ഈ കഥയിലെ സിനിമയിലെ മഞ്ജു ആണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മഞ്ജു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മ വരുന്ന മഞ്ജുവിനായിരിക്കും. ഞാന് സിനിമയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. സിനിമയുടെ കഥയൊന്നും അങ്ങനെ ഇപ്പൊ പറയാവുന്ന ഒരു തരത്തിലുള്ള കഥയായിട്ട് ഞങ്ങൾ പക്ഷെ ഒരു സീനിലേ ഉള്ളൂ. പക്ഷെ ഒരു വലിയൊരു സീനാണ്. ഒരു സീനിലേ ഉള്ളൂ അല്ലേ? അത് പറയണ്ടല്ലേ? ശരി. എനിക്ക് എന്റെ ഒരു നിഷ്കളങ്കത ഇപ്പൊ മനസ്സിലായി. അറിയാതെ വന്നു പോയതാ. എന്നൊക്കെ എല്ലാം കൂടെ ഇനി പറയുന്നില്ല. ഞാൻ ഒന്നും പറയും. ശരി, കയ്യിൽ നിന്ന് പോയല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കൂടിയാണ് നേരത്തെ കാര്യമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ പിടിച്ചാട്ടെ. മഞ്ജു മമ്മൂക്കാടെ കൂടെ ഒത്തിരി ആഗ്രഹിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. മമ്മൂക്ക പറഞ്ഞ പോലെ ഒരു സീനുള്ളത് മമ്മൂക്ക പറയുന്നു. മഞ്ജു എത്ര സീനുണ്ടെന്ന് പറയാൻ ഹിന്ദി ചിത്രത്തിലേക്ക് അഭിനയിക്കുന്നു എന്ന് കേട്ട് ഏതാണ് ആ ചിത്രം എന്ന് പറയാൻ കഴിയുമോ?
ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതേ ഉള്ളൂ. അതിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു. ലാലേട്ടന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും ഇപ്പൊ അഭിനയിച്ചു. ഈ ലാലേട്ടനും മമ്മൂക്കായിട്ടുള്ള വ്യത്യാസം എന്താണ് ഈ ലൊക്കേഷൻ ഫീൽ ചെയ്തത്? അതൊക്കെ അങ്ങനൊരു ചോദ്യം പോലും ശരിക്കും അൺഫെയർ ആണ്. കാരണം മമ്മൂക്കയും ലാലേട്ടനും എന്താണോ അങ്ങനെ തന്നെ ആയി നിൽക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. അതിപ്പോ ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പോലും അർഹയല്ല. ആ രണ്ട് വലിയ നമ്മുടെ മലയാള സിനിമയുടെ തന്നെ രണ്ട് വലിയ തൂണുകളാണല്ലോ മമ്മൂക്കയും ലാലേട്ടനും. അത് രണ്ടുപേരും മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനോടൊപ്പം അഭിനയിക്കുന്നതും ഇനിയും അതിനുള്ള ഭാഗ്യം എനിക്ക് ഇനിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരാള് മാത്രം. ഈ സ്റ്റാർ വാല്യൂ എന്നുള്ള അതിനപ്പുറത്തേക്ക് സ്റ്റാർ വാല്യൂ പോലും ചിലപ്പോൾ സിനിമ രക്ഷിക്കില്ല എന്നുള്ള ഒരു കാലഘട്ടം തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടം. അവിടെ നിർമ്മാതാക്കൾക്ക് എന്ന് പറയുന്നതാണ് കുറച്ച് ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോം ഒന്നും. അപ്പോൾ എത്രത്തോളം സേഫാണ് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്? അല്ല, ഈ നിർമ്മാതാക്കളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ വ്യവസായം ഉണ്ടായ കാലം മുതൽ അത് എന്താ പറയട്ടെ, അതൊരു ഞാണിന്മേൽ കളി തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ബാങ്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ കോമ്പിനേഷൻ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി നമ്മൾ ഒരു സേഫ് വിക്കറ്റിലാണ് പോകുന്നത്. പക്ഷെ ഈ സിനിമ ജോഫിന്റെ ആദ്യത്തെ സിനിമ, ചെറുപ്പക്കാര് കുറെ നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു സിനിമ. അതിന്റെ തിരക്കഥ മമ്മൂക്കയും മഞ്ജുവും കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്കുണ്ടായതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായപ്പോൾ അയാളുടെ ആദ്യ ചിത്രം ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായതോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഇതിന് പറഞ്ഞ റിസ്കിന്റെയോ അല്ല മറ്റു പരിഗണനകളോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും മലയാളത്തിലെ വളരെ ബാങ്കബിൾ ആയിട്ടുള്ള ഏറ്റവും ബാങ്കബിൾ ആയിട്ടുള്ള പേരുകളിൽ ഒന്നായ മമ്മൂക്ക നമ്മുടെ കൂടെ ഉള്ളത് തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഞങ്ങൾ അതിനകത്ത് സേഫാണ്. പക്ഷെ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. ഇനി കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററുകൾ ഇപ്പൊ രാത്രി 12 വരെ പ്രദർശനം അനുവദിച്ച ശേഷം വരുന്ന ആദ്യത്തെ ചിത്രമാണ്. അപ്പൊ ഞങ്ങളും ഇൻഡസ്ട്രിക്കും ഒക്കെ ഇത് വളരെ നിർണായകമാണ്. എങ്ങനെയാണ് നമ്മുടെ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററുകൾ 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും തുറന്നപ്പോൾ നമ്മൾ തുറന്നതൊരു തമിഴ് സിനിമ കൊണ്ടായിരുന്നു. മലയാളത്തിൽ ഇത്രയും നല്ല സിനിമകൾ വരുന്നു, ഇത്രയും സൂപ്പർ സ്റ്റാറുകളുണ്ട്, എന്നിട്ട് പോലും നമുക്കൊരു നല്ല മലയാള സിനിമ വെച്ച് നല്ല രീതിയിൽ തുടങ്ങാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ധൈര്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് നമ്മൾ തമിഴ് സിനിമകൾ വെച്ച് തുടങ്ങുന്നത്? തിയേറ്ററുകൾ വീണ്ടും പ്രദർശന നിയന്ത്രണങ്ങളില്ലാതെ വന്നപ്പോ അത് മറ്റ് കൺട്രോളിലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് തുറന്നിരിക്കപ്പോ നമ്മൾ വരും. അല്ല, വേറൊരു കാര്യം കൂടി പറയാനുണ്ടോ? ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ച തമിഴ് ചിത്രം അവരെ സംബന്ധിച്ചോളം അവരുടെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എന്താണെന്നുള്ളത്. തന്നെയല്ല, അത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ OTT വന്നൊരു സിനിമയാണ്. അപ്പൊ അത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ടാണ് അവർ ആ സമയത്ത് അത് പുറത്തെ കൊണ്ടുവന്നത്. നമ്മളിപ്പോ ഇത്രയും കാലം ഇത് വെയിറ്റ് ചെയ്തത് ആളുകൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വന്ന് നമ്മുടെ സിനിമ കാണണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റ് ഓൾട്ടർനേറ്റ് അതിലേക്ക് പോകാതെ തിയേറ്ററിൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പൊ ആ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയുമായി മമ്മൂക്കായുടെ അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂക്കായുടെ ഇതിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരുന്നു? ഞാനൊരു 3 മണിക്കൂർ എടുത്തിട്ടാണ് മമ്മൂക്കയുടെ കഥ പറഞ്ഞത്. സീനോട്ട് വോയിസ് പറയരുത്, കഥ കേട്ടിട്ട് കൊള്ളാം എന്നാണ്. പ്രൊഡ്യൂസേഴ്സിനോടാണ് നിരന്തരമായിട്ട് നമ്മൾ ഓരോ പടങ്ങളൊക്കെ കഴിയുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇത് ഇന്റർനെറ്റുകളിൽ വ്യാപകമാകുന്നുണ്ട്, അതായത് മൊബൈൽ ഫോണുകളിലടക്കം കിട്ടുന്നുണ്ട്. എന്താണ് തുടർച്ചയായി പരാതികൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ സൈബർ സെല്ലിലടക്കം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. എന്താണ് അതങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചിരുന്നു?
ഞങ്ങളുടെ മെയിൻ തൊഴിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ഇത് എപ്പോൾ വരും എന്നുള്ള ആശങ്കയിലും പേടിയിലിരിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഇത് ഭയങ്കര കുഴപ്പത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തമിഴ് പടങ്ങൾക്ക് തമിഴ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിലാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ഞങ്ങൾ ഇതിന് പുറകെ ഒക്കെ നടക്കാറുണ്ട്. ഇടയ്ക്ക് ഗവൺമെന്റിന് ഇത് ഉണ്ടാക്കിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനൊരു പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്താൽ പോലും 1 മാസം കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അവസ്ഥ അത്ര ദയനീയമാണ്. ശരിക്കും ചോദ്യം കറക്റ്റാണ്. ഞങ്ങൾ നിരന്തരമായി വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. OTT റിലീസിന് ശേഷം ആദ്യമായിട്ട് തിയേറ്ററുകൾ തുറന്നപ്പോൾ വന്ന മലയാള സിനിമ വെള്ളം എന്ന ചിത്രമായിരുന്നു. ആ വെള്ളം എന്ന ചിത്രം വന്ന ശേഷം താങ്കൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ എറണാകുളം നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ വരെ അത് പ്രദർശിപ്പിച്ചതായിട്ട് അതിന്റെ നിർമ്മാതാവ് പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ സിനിമ ചോരുമ്പോൾ ഓരോരുത്തരും ഇപ്പോൾ നിർമ്മിക്കുന്ന സിനിമയുടെ നിർമ്മാതാവ് മാത്രം പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കൂട്ടായ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഒരുപാട് സംഘടനകളുണ്ട്. കൂട്ടായ രീതിയിൽ ഇത്തരം ചെറുത്തുനിൽപ്പിന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മളങ്ങനെ ചെറുത്തുനിന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വെള്ളം ഒരു ഉദാഹരണം മാത്രമല്ല, പ്രേമം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഏറ്റവും വലിയ ഹിറ്റായിരുന്ന സിനിമ. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരമായി പോരാടി. വെറുതെ അതിന് സംവിധാനം ഉൾപ്പെടെ എല്ലാവരും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് എവിടെ നിന്നാണ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഓരോ ഇപ്രാവശ്യം വെള്ളം വന്നപ്പോഴും നിങ്ങൾ നിർമ്മാതാവ് പരാതി കൊടുത്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെല്ലാം ഫുൾ ഇൻഡസ്ട്രി, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാവരും അതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഭയമുണ്ട്, ഇത് ഈ സിനിമ എപ്പോഴാണ് സംഭവിക്കുന്നതുള്ള ഭയത്തിനാണ്. കോവിഡിന്റെ ഇളവുകള് അവസാന ഘട്ടമാണ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലും പകുതി സീറ്റുകൾ മാത്രമേ പ്രവേശനം. സിനിമാ മേഖലയുടെ ഒരു അവഗണന നേരിടുന്നുണ്ടോ? അവഗണന നേരിടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള വിഷമമാണത് ശരി. കാരണം ഞങ്ങള് ഈ കോവിഡ് വ്യാപനം കുറഞ്ഞ സമയത്ത് പല ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഞങ്ങൾ സിനിമ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് നിരന്തരമായി സർക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആരോഗ്യ മേഖലയിലുള്ളവർ ഇത് വ്യാപനം കൂടുതലായി സംഭവിക്കാൻ സാധ്യതയുണ്ട് തിയേറ്ററിനുള്ളിൽ എന്ന് ചില രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തതിന്റെ പുറത്താണ് ശരിക്കും ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം വ്യാപനം കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് എടുത്തുനിന്ന് കൃത്യമായ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു 10-11 വരെ ഇവിടെ ഹോട്ടലുകൾ തുറക്കുന്നുണ്ട്, ബാറുകൾ തുറക്കുന്നുണ്ട്, ടൗണിലെല്ലാ ആളുകളുണ്ട്. അപ്പോൾ ഈ സമയത്ത് തിയേറ്റർ ഓപ്പൺ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് 50% ഓക്യുപ്പൻസി രാവിലെ 9 മണി വരെ വൈകുന്നേരം 9 മണി വരെ അനുവദിച്ചു തന്നത്. ഈ 9 മണി വരെ അനുവദിക്കുമ്പോഴും തിയേറ്ററിൽ പടത്തിന് കളക്ഷൻ വരുന്നില്ല. കാരണം 1 വർഷത്തിന് ശേഷം കേരളത്തിലെ പ്രേക്ഷകർ അവരൊക്കെ ഉപജീവനത്തിന്റെ പുറകെയാണ്. കാരണം ഇവിടുത്തെ ഓരോ ഡെയിലി വേജസ് തൊഴിലാളികളൊക്കെ തന്നെ എല്ലാവരും കടകളിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഡ്രൈവേഴ്സും ഒക്കെയാണ്. അവർക്കൊക്കെ ഒരു 6 മണിക്ക് ലാസ്റ്റ് ഷോയ്ക്ക് ഒന്ന് പടം കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കളക്ഷൻ്റെ ഇതെടുത്തപ്പോൾ തന്നെ സെക്കൻഡ് ഷോ ഇല്ലാണ്ട് കളക്ഷനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് അടുത്ത് വീണ്ടും ഫോഴ്സ് ചെയ്ത് സെക്കൻഡ് ഷോ വന്നാൽ മാത്രമേ വലിയ സിനിമകൾ വരാൻ സാധിക്കുള്ളൂ എന്ന് ഗവൺമെന്റ് അടുത്ത് പോയത്. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. പിന്നെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീണ്ടും ചീഫ് സെക്രട്ടറിയെ പോയി കണ്ട് വളരെയേറെ നിങ്ങൾക്ക് തന്നെ അറിയപ്പോൾ റേറ്റിംഗ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2000-3000 ഒക്കെ ആയി. ഈ സാഹചര്യത്തിൽ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം 50% ഏറ്റവും സേഫ് ആയിട്ടായിരിക്കുന്നു. തിയേറ്ററിനകത്തിരിക്കുന്ന ഒരു സീറ്റ് ഗ്യാപ്പ് ഇട്ടിരുന്നാൽ പോലും മാസ്ക് ഇട്ട് സംസാരിക്കുക പോലില്ല തിയേറ്ററിനകത്ത്. ഇപ്പോൾ മറ്റൊരു റെസ്റ്റോറന്റിൽ പോയി നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ 1.5 മണിക്കൂറിന് അവിടെ മാസ്ക് ഒന്നും വെക്കുന്നില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഷോയുടെ അഡീഷണലായിട്ട് അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യാപനം കുറയുവാണെങ്കിൽ 100% ഓക്യുപ്പൻസി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കും. അത് ലാഭകരമായി കൊണ്ടുവച്ച സിനിമ 2-3 ഇപ്പം ഒരു വലിയ സീസണിൽ ഇപ്പൊ ഒരു സമയത്ത് ഒരു 2-3 വലിയ സിനിമകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലരും റിലീസ് വൈകിക്കുന്നുണ്ട്, കുറച്ചുകൂടെ 100% വരാൻ വേണ്ടി. ഈ സാഹചര്യത്തിൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ 50% ഉണ്ടെങ്കിൽ 2 തിയേറ്ററിലായിട്ട് കൊടുത്ത് അത് പരിഹാരം കാണാൻ. ഇപ്പൊ 2 തിയേറ്റർ ഒരേ സമയം റിലീസ് ചെയ്യുമ്പോൾ 50-50 100% വരും. ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദൃശ്യം പോലെ ഒരു സിനിമ OTT പ്ലാറ്റ്ഫോമിൽ നിലവിൽ കൊടുത്തു. പിന്നീട് ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന നടപടിയുമായിട്ട് ഇതിന്റെ അടിയറ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അത്തരം സിനിമകൾ വീണ്ടും തിയേറ്ററിൽ ഓടിക്കാനുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളൊക്കെ അത് എതിർക്കുന്നു? ഞങ്ങൾ ഒന്നിനും ഇതുവരെ എതിർക്കുന്ന ആളുകളല്ല. ഇവിടെ സിനിമ നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നു. അത് വ്യവസായത്തിന്റെ ഭാഗമാണ്. തിയേറ്റർ ഉടമകൾ അവരുടേതായ കാര്യങ്ങളാണ് അവതരിപ്പിച്ചത്. പ്രൊഡ്യൂസേഴ്സോ അല്ല ടെക്നീഷ്യൻസോ അല്ല ആർട്ടിസ്റ്റുകളൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് ഓരോ വ്യവസായത്തിന്റെ മേഖലയിൽ അതാത് സാഹചര്യത്തിൽ സംഭവിക്കുന്ന അങ്ങനെ വരുന്നതിന്റെ എതിർപ്പില്ല. ഞങ്ങൾ ഒന്നിനെ എതിർത്തിട്ടില്ല. സിനിമ ആദ്യം ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ഇവിടെ ലൈവാണ്.
അതിനുവേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ അതിനാണ്. നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിക്കുന്നതല്ല. തിയേറ്ററിലേക്ക് ജനങ്ങളെ എത്തിക്കണം. പ്ലാറ്റ്ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആ പടം സിനിമ ഓടിക്കില്ല എന്ന് ഫിലിം ചേംബർ ഉൾപ്പെടെയുള്ളവർ വാദിക്കുകയും OTT പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വീണ്ടും ആ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അത് ഇനിയുമുള്ള പുതിയ സിനിമകൾക്ക് അത് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു നടപടിയാവില്ലേ? വീണ്ടും നഷ്ടമല്ലേ തിയേറ്ററുകാർക്ക്? ഞങ്ങള് ഇവിടെ തിയേറ്ററിലേക്ക് OTT പ്ലാറ്റ്ഫോമിൽ ഇനി സിനിമകൾ കൊടുക്കരുതെന്ന് വാശി പിടിച്ചിട്ടില്ല. കാരണം ഇവിടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 80ഓളം സിനിമ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. ഈ 80 സിനിമകളും തിയേറ്ററുകളെല്ലാം പ്രദർശിപ്പിക്കാനും പറ്റത്തില്ല. പലരും വിഷു കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവസരം കിട്ടുന്ന ആളുകളൊക്കെ OTT പ്ലാറ്റ്ഫോം റിലീസ് ചെയ്ത് കൂടാതെ തടസ്സം നിൽക്കുന്നില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് നിലനിൽപ്പാണ് ഇപ്പോഴത്തെ നിർമ്മാതാക്കളുടെ ആവശ്യം, തിയേറ്ററുകാരുടെയൊക്കെ ആവശ്യം. പിന്നെ അതിനെല്ലാം ഒരു സിനിമ സജീവമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ടാണ് മമ്മൂക്കൊക്കെ ഇന്ന് ഷൂട്ടിംഗ് നിർത്തി ഇവിടെ വന്നിരിക്കുന്ന മഞ്ജുവിന് പോകേണ്ടായിരുന്നു. എല്ലാവരും ഇതിന് വേണ്ടി നിങ്ങളുടെ സഹകരണവും അതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മാർച്ച് 3-ന് ക്രിസ്റ്റിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഗ്യാപ്പായിരുന്നു, ലോക്ക്ഡൌൺ ആയിരുന്നു. നമുക്കതൊന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. എങ്ങനെയായിരുന്നു ആ ഒരു കാലത്തെ കണ്ടത്? എങ്ങനെയായിരുന്നു അതൊക്കെ ഒരു ഉപകാരപ്രദമാക്കിയത്? എങ്ങനെ ഉപകാരപ്രദമാക്കും? എല്ലാവരും ഒരു ഒഴിവ് ദിവസം പോലെ അല്ലാതെ വേറെ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒഴിവ് ദിവസം അല്ലാണ്ടാവും. പിന്നെ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ആരെയും കാണാനും സംസാരിക്കാനും പറ്റാത്തതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ അനുഭവിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ബോറടിച്ച ഒരു ദിവസമാണ് ഈ കലൂർ ഒരു ചായക്കടയിൽ നിന്ന് സുലൈമാനി എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അല്ല, ബോറടിച്ച ദിവസമാണ്. ഞാൻ എന്നെ തന്നെ പുറത്തേക്ക് റിലീസ് ചെയ്തതാണ്. 275 ദിവസത്തിന് ശേഷം ആണ് ഞാൻ വീട്ടിൽ നിന്ന് ഗേറ്റിന് പുറത്തിറങ്ങി. അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമല്ലോ. നമ്മൾ പോയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പേരൊക്കെ ചേർത്ത് റെഡിയായാണ് ഇരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രധാന പ്രശ്നം നിർമ്മാണ ചെലവെന്ന് പറയുന്നുണ്ട്. ഈ നിർമ്മാണ ചെലവ് കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് താരങ്ങള് പ്രതിഫലം കുറക്കുന്ന എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? എങ്ങനെ നിർമ്മാണ ചെലവ് കുറക്കുന്നതിന്റെ ഭാഗമായിട്ടേ താരങ്ങള് പ്രതിഫലം കുറക്കണമെന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? അഭിപ്രായമല്ലോ, അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ കുറയ്ക്കാന്ന് പറയുന്നത്. അമ്മ കോവിഡ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വേണ്ട വിട്ടുവീഴ്ച ചെയ്യാം. ഞങ്ങൾക്ക് ഈ പടത്തിലേക്ക് ഒരു ഗംഭീര വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിലുണ്ടാകും. അത് ഓരോ പടത്തിനനുസരിച്ചല്ലേ അവരോടൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവർ വളരെ ഗംഭീരമായിട്ട് സഹകരിച്ചു. ഇതില് വേറെ പ്രശ്നം രാഷ്ട്രീയം പറയുന്നുണ്ട്. താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൊരു വിവാദം ഉയർന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു. തന്റെ മകൾക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്ന്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങയുടെ? ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടാവുന്നു ഞാൻ കരുതുന്നു. അല്ല, മമ്മൂക്കാട് ഒരു അഭിപ്രായം ഉണ്ടല്ലോ. മമ്മൂക്കായി സജീവമായി ഞാനെങ്ങനെ അറിയുന്നത്? ഞാനിപ്പോ അത് ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ ഒറ്റ മറുപടിയിലുള്ളൂ. ഇവിടെ ഗണേഷ് കുമാറും മുകേഷും ഇന്നസെന്റും ഒക്കെ രാഷ്ട്രീയവും സിനിമ ഒരുമിച്ചല്ല കൊണ്ടുവന്ന എനിക്ക് കണ്ടെന്നിരിക്കുന്നത്. നാളെ പിഷാരടിക്കും ധർമ്മയിലും ഒക്കെ സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. സിനിമയ്ക്കകത്ത് കലയിൽ ഞങ്ങൾ രാഷ്ട്രീയമില്ല. നമുക്ക് വളരെ പ്രകടമായിട്ട് രാഷ്ട്രീയം നിലപാടെടുക്കുന്നതാണ്. ആ രാഷ്ട്രീയ നിലപാടെടുത്ത് മറച്ചിട്ടില്ല. പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടത് അതിനകത്ത് തുറന്നു പറയാൻ മടിക്കുന്നുള്ളൊരു ഞാനിതിനെ തുറന്നു പറയാൻ പറ്റില്ല. ഞാൻ തുറന്നു നടന്നിട്ടെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയുന്നു. നമുക്ക് ഇത് ചോദിക്കാനുള്ള പ്രധാന കാരണം ഓരോ തെരഞ്ഞെടുപ്പ് മമ്മൂട്ടി സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ കാണാറുണ്ട്. ഞാൻ നിങ്ങൾ കാണാത്തല്ല. ഞാൻ അതിനോടൊന്നും പരിഹരിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളെ എന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തവണ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ ഇറങ്ങും മമ്മൂക്ക. എന്തിന് നമ്മുടെ താരങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇന്നസെന്റ് ഒക്കെ മത്സരിച്ചപ്പോ മമ്മൂക്ക പോയിരുന്നു. ഒരു സംശയം, ഇത്രയും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അങ്ങനെയൊരു സ്ഥാനാർത്ഥി ആകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഈ വരുന്ന എല്ലാ തവണയും വരുന്ന പേരുകൾ മമ്മൂട്ടി മത്സരിക്കുമെന്ന് പറയുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന നിങ്ങളാണ് വെച്ചത്. എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ താല്പര്യമില്ല. തൽക്കാലമില്ല. പ്രതീക്ഷിക്കാം. ഉണ്ടാവുമെന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. പ്രതീക്ഷിക്കാം. ഇങ്ങനെ
ഭാവിയിൽ അതിലെന്തിനാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതല്ല നമുക്ക് തമിഴ്നാട്ടിലേക്ക് സൂപ്പർ സ്റ്റാറുകളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് പോകാറുണ്ട്. മലയാളത്തിൽ കാണാറില്ല സ്വാഭാവികമായിട്ടും. അതെ, ഇവിടെ അങ്ങനെ കാണാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ശ്രീനിവാസൻ ഒരു കാര്യം പറഞ്ഞു. 2020 ശ്രീനിവാസൻ ചേർന്നു. അപ്പോൾ കൈരളി ടിവിയില് പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ആദ്യം ചട്ടം കെട്ടിയത് മമ്മൂക്കാനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസനെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം കൈരളി ടിവിയിലെ ആളുകൾ പറഞ്ഞു, മമ്മൂക്കായി പിണറായി വിജയനും കൂടെ ഒരുമിച്ചിരുന്നാൽ അത് മസിൽ പിടുത്തമായി പോകും. അതുകൊണ്ട് ചിരിക്കാത്ത പിണറായി വിജയനാണ് അത്ര നാൾ ആളുകൾ കണ്ടത്. അതിന് എന്നെ ചുമതലപ്പെടുത്തി, എന്നെ എന്ന് വെച്ചാൽ ശ്രീനിവാസനെ ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ വെട്ടി തുറന്നാൽ നമ്മുടെ ചാനലിന്റെ ചെയർമാനും കൂടെയാണ് താങ്കൾ. അത്തരം ഒരു സംഭവം വന്നപ്പോൾ അങ്ങനെയാണ് പ്രതികരിച്ചത്. ചാനലിൽ തന്നെ പറഞ്ഞു പിണറായി വിജയൻ ചിരിക്കാത്ത ഒരു മനുഷ്യനാണെന്ന്, താങ്കൾ പോലെ ഒരു ചെയർമാനായിരിക്കുന്ന സ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ ശ്രീനിവാസനെ 2015 ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അത്തരം ഒരു സംഭവം ഇന്നലെ ശ്രീനിവാസൻ വലിയ പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല മമ്മൂക്കായൻ ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ ഏൽപ്പിച്ചിരുന്നു, അഭിമുഖം എടുക്കാൻ വേണ്ടി. ഞാനാണ് ചെയർമാൻ, എന്നെ ആരാധിക്കുന്നത്. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞ കള്ളമാണ് എന്ന പുതിയ ഉടനടി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് പറയാം? അദ്ദേഹത്തിന് എന്ത് പറയാം? സത്യസന്ധമായ ഒരു തീരുമാനത്തിലല്ല ഇന്നലെ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. ചെയർമാനായ താങ്കൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. തെറ്റിക്കാൻ വേണ്ടി ശ്രീനിവാസൻ ഇന്നലെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇന്നാണ് ഞാനത് കണ്ടില്ല, ഇന്റർവ്യൂ കണ്ടില്ല. ഇവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സിനിമ അഭിനയം ആ ഒരു മേഖല ഒഴിച്ചാൽ വേറെ ഏത് മേഖലയിലേക്ക് എത്താനാണ്, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാനാണ് താല്പര്യപ്പെടുന്നത്? സംവിധാനമോ അങ്ങനെ എന്തെങ്കിലും? ഇതുവരെ അഭിനയം നേരിട്ടില്ല. ആവട്ടെ, അതിനല്ലേ ശ്രമിക്കുന്നു. അവസാനിപ്പിച്ചാലോ? കോവിഡ് കാലത്ത് പ്രതിസന്ധി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിർമ്മാണം ഏറ്റവും വലിയ പ്രശ്നം താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചാണ്. അപ്പോൾ പ്രതിഫലം കുറയ്ക്കണമെന്നുള്ളത് ഡയറക്റ്റായിട്ട് ആവശ്യപ്പെട്ടു, വാർത്തകളൊക്കെ ആവശ്യപ്പെട്ടാണ് ഒരു സാഹചര്യം. അതിനുശേഷം പലരും പല രീതിയിൽ അത് സഹകരിക്കുന്നുണ്ട്. ചിലര് പുറത്ത് പറയാതെ തന്നെ ശമ്പളം വാങ്ങിക്കാതെ തന്നെ അഭിനയിച്ച കുറെ പേരുണ്ട്. പലർക്കും കുറച്ചു കൊടുത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, പോലീസ് അസോസിയേഷൻ എന്ന് നമ്മൾ എഗ്രിമെന്റ് തന്നവരൊക്കെ തന്നെ കുറച്ച് ഇവിടെ പ്രസ് മീറ്റ് ഇറക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മുന്നോട്ടുള്ള സാഹചര്യത്തിലും ഇവിടെ സംഭവിക്കുന്ന ഒരു പരസ്പര ധാരണയിലൊക്കെയാണ്. കാരണം വ്യവസായമൊക്കെ നോക്കി താരങ്ങളും ടെക്നീഷ്യൻസും പണം മുടക്കുന്നവരൊക്കെ സഹകരിച്ച് ചിലപ്പോൾ ഒരു സിനിമ ഒരുപാട് പടങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ പലരും പൈസ മേടിക്കുന്നത് ടെക്നീഷ്യൻ മേടിക്കുന്നതല്ല, ആഫ്റ്റർ റിലീസ് അതിൽ കിട്ടുന്ന ഷെയറൊക്കെ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സിനിമ നമുക്ക് എങ്ങനെ സജീവമാക്കാം, അത് മാത്രമാണ് ഇതിന്റെയൊക്കെ പിന്നെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് സിനിമയെ കുറിച്ച് തന്നെയാണ്. നമുക്ക് പറഞ്ഞു പുതിയ സിനിമയുടെ വർക്കുകൾ താടി ഉൾപ്പെടെയുള്ളത് പുതിയ തന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സിനിമയാണെന്ന് നമുക്ക് പറഞ്ഞു. പുതിയ സിനിമ വർക്കുകൾ കുറിച്ചുള്ള പങ്കുവെക്കാവുന്ന കാര്യങ്ങൾ പറയാം. പുതിയ സിനിമ ചെയ്യുന്നത് അമൽ നീരദിന്റെ സിനിമയാണ്. സിനിമയുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്, ഭീഷ്മ പർവ്വമെന്നാണ് സിനിമയുടെ പേര്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ അടുത്ത ഒരു പുതിയ സംവിധായകരുടെ പുറത്ത് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പുഴു എന്ന് പറഞ്ഞ ടൈറ്റിലോടുകൂടി. അതും പുതിയൊരാൾ കൂടെ അവസരം കൊടുക്കുകയാണ് അമൽ നീരദിന്റെ സിനിമയ്ക്ക് ശേഷം. അത് കണ്ടിട്ടുണ്ടാവും. വനിതാ സംവിധായകൻ വൺ സിനിമയില് ഒരു മുഖ്യമന്ത്രിയുടെ റോളല്ലേ നമുക്ക് എടുക്കുന്നത്? അത് ഈ പിണറായി വിജയന്റെ ജീവിതമായിട്ടുള്ള ഒരു കഥയുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞത്. പിന്നെ ഡയറക്ടർ എന്നത് ഇല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് നമുക്ക് സിനിമ? എല്ലാ സിനിമയിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നിങ്ങളല്ലേ തീരുമാനിക്കും. മമ്മൂട്ടി ഒരു മുഖ്യമന്ത്രി ആയാൽ എന്തായിരിക്കും നാട്ടിൽ? മുഖ്യമന്ത്രി ആകാൻ ഒരു സാധ്യതയില്ല. ആയാൽ എന്തെല്ലാം ഉത്തരവ് ആഗ്രഹങ്ങൾ ഏതായാലും ആവില്ല പഠിക്കുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ മാക്സിമം നിങ്ങൾ സംവിധായകന്റെ സിനിമയാണ്, പുതിയ തരം സിനിമയാണ്. ഈ സിനിമ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ച് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ പടങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും അത് കുറച്ചുകൂടെ വ്യക്തമാവുന്നത്. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും.
നമുക്ക്